വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യർ എല്ലാവർക്കും നന്മയും സന്തോഷവും. കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധം എന്ന വിഷയം നേരത്തെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട പ്രബന്ധങ്ങളിൽ പല സന്ദർഭങ്ങളിലായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രഘടന ഒരു ഫെഡറൽ സംവിധാനത്തിലാണ്. കേന്ദ്ര ഗവൺമെൻറ്റും ധാരാളം സംസ്ഥാന ഗവൺമെൻറ്റുകളും ഉള്ള ഫെഡറൽ സംവിധാനം. ഈ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. ഭരണഘടന പ്രകാരം രാജ്യത്തിലെ പ്രധാനപ്പെട്ട നികുതി സ്വരൂപിക്കുവാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ആദായ നികുതി, കോർപ്പറേറ്റ് ടാക്സ് തുടങ്ങി പ്രധാനപ്പെട്ട നികുതികളൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. അതേസമയം പ്രധാനപ്പെട്ട വികസന ഭരണ ചിലവുകൾ അത് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഉത്തരവാദിത്വം. ഈ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വരവും ചിലവും തമ്മിൽ വളരെ ഗണ്യമായ അസമത്വം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് പിരിക്കുന്ന നികുതിയുടെ ഗണ്യമായ ഭാഗം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് വീതിക്കുന്നത്. ഓരോ 5 വർഷത്തിലും പ്രസിഡന്റ് നിയമിക്കുന്ന ധനകാര്യ കമ്മീഷനിലൂടെയാണ് പ്രധാനമായും ഈ വിതരണം, അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ധനകാര്യ വിതരണത്തിന്റെ മാനദണ്ഡം ഇവിടെ നിലനിൽക്കുന്ന സാമ്പത്തിക അസമത്വം ഇല്ലാതാക്കുക എന്നതാണ്. 2 തരത്തിലുള്ള അസമത്വം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് വെർട്ടിക്കൽ ഇംബാലൻസ് എന്നും ഹൊറിസോണ്ടൽ ഇംബാലൻസ് എന്നും പറയും. വെർട്ടിക്കൽ ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ കേന്ദ്രവും സംസ്ഥാന ഭരണകൂടങ്ങളും തമ്മിലുള്ള അസമത്വമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ വരുമാനത്തിന്റെ ഗണ്യമായ ഭാഗം കേന്ദ്രത്തിന് ലഭിക്കുമ്പോൾ ചിലവുകൾ ഏറ്റവും കൂടുതൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് വരുന്നു. ഈ അസമത്വമാണ് വെർട്ടിക്കൽ ഇംബാലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വരുമാനത്തിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് വീതിക്കുമ്പോൾ ഈ അസമത്വം കുറഞ്ഞു വരും. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതികൾ വ്യത്യസ്തമാണ്. ചില സംസ്ഥാനങ്ങൾ സാമ്പത്തികമായി വളരെ അഭിവൃദ്ധിയിലാണ്, ചില സംസ്ഥാനങ്ങൾ വളരെ ദരിദ്രമായ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടെ നികുതി പിരിച്ച് ചെലവഴിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ അത് വലിയ അനീതിയാണ്. കൂടുതൽ റിച്ചായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ദരിദ്രമായ സംസ്ഥാനങ്ങളിലേക്ക് നികുതി വരുമാനം ഒഴുകേണ്ടതുണ്ട്. ഈ അസമത്വത്തിന് ഹൊറിസോണ്ടൽ ഇംബാലൻസ് എന്ന് പറയും. ഈ നികുതി ഷെയറിങ്ങിലൂടെ ഈ അസമത്വം കുറക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ രാജ്യത്തുള്ള ദേശീയ പ്രാധാന്യമുള്ള പദ്ധതികൾ നടപ്പിലാക്കുവാൻ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ് സാധിക്കുക. ഈ പശ്ചാത്തലത്തിലാണ് ഇന്റർ ഗവൺമെന്റൽ ഫിനാൻസ് ട്രാൻസ്ഫർ, സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ഈ ധനകാര്യ വിതരണത്തിന്റെ തത്വം രൂപപ്പെടുത്തിയിട്ടുള്ളത്. സൂചിപ്പിച്ച പോലെ ധനകാര്യ കമ്മീഷനുകളാണ് ഇതിന്റെ മാനദണ്ഡം നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം പ്ലാനിംഗ് കമ്മീഷൻ, അതുപോലെ വ്യത്യസ്ത മന്ത്രാലയങ്ങളുടെ പണവിതരണങ്ങളിലൂടെയൊക്കെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക് ധനവിതരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭരണഘടനയുടെ 280 ആർട്ടിക്കിൾ പ്രകാരമാണ് ഫിനാൻസ് കമ്മീഷൻ രൂപീകൃതമാവുന്നത്. ഫിനാൻസ് കമ്മീഷന്റെ ഉത്തരവാദിത്വം കേന്ദ്രം പിരിക്കുന്ന നികുതി വരുമാനത്തിൽ എത്ര ശതമാനം സംസ്ഥാനങ്ങൾക്ക് ഇടയിൽ വിതരണം ചെയ്യണമെന്ന്
നിർദ്ദേശിക്കുന്നത് ഫിനാൻസ് കമ്മീഷനാണ്. ഇങ്ങനെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുന്ന നികുതികളിൽ ഓരോ സംസ്ഥാനത്തിനും എത്ര ശതമാനം നൽകണമെന്ന് തീരുമാനിക്കുന്നതും ഫിനാൻസ് കമ്മീഷനുകളാണ്. നികുതി ഷെയറിങ്ങിന് പുറമെ മറ്റ് ഗ്രാന്റുകളും സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓരോ ഗ്രാന്റിലും ഏതിനത്തിൽ എത്ര എന്ന് നിർദ്ദേശിക്കുന്നത് ഫിനാൻസ് കമ്മീഷനാണ്. ഫിനാൻസ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട 3 ഉത്തരവാദിത്തങ്ങൾ: സംസ്ഥാനങ്ങൾക്ക് മൊത്തം എത്ര ശതമാനം നീക്കിവെക്കണം, സംസ്ഥാനങ്ങൾക്കിടയിലുള്ള അനുപാതം എത്രയായിരിക്കണം, മറ്റ് ഗ്രാന്റുകൾ എത്രയായിരിക്കണം. ഈ മൊത്തം സംസ്ഥാനങ്ങൾക്ക് എത്ര നീക്കിവെക്കണം എന്നിടത്ത് വ്യത്യസ്ത ധനകാര്യ കമ്മീഷനുകൾ വ്യത്യസ്തമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ അനുപാതങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നേരത്തെ 25%, 30%, കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ 12ാം ധനകാര്യ കമ്മീഷന്റെ കാലഘട്ടത്തിൽ 30.5% സംസ്ഥാനങ്ങൾക്കിടയിൽ നീക്കിവെച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 70% നികുതി വരുമാനവും കേന്ദ്രം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ സന്ദർഭത്തിൽ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും സംയുക്തമായി സംസ്ഥാനങ്ങൾക്കിടയിൽ നീക്കിവെക്കുന്ന നികുതി അനുപാതം 50% ഉയർത്തണമെന്ന് അതിശക്തമായി ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പുതിയ ധനകാര്യ കമ്മീഷൻ 13ാം ധനകാര്യ കമ്മീഷൻ അത് 39% ഉയർത്തിയിട്ടുണ്ട്. അപ്പോഴും 61% വരുമാനം കേന്ദ്രത്തിന്റെ കയ്യിൽ തന്നെയാണ്. ഇതുപോലെ മറ്റു ധാരാളം ആവശ്യങ്ങൾ സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സെസ്, സർചാർജ്, അതുപോലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച സർവീസ് ടാക്സ്, ഇതൊന്നും തന്നെ ഡിവിസിബിൾ പൂളിലല്ല. ഇതൊന്നും സംസ്ഥാനങ്ങൾക്കിടയിൽ വീതിക്കുന്നില്ല. ഇതും കൂടി അതിൽ ഉൾപ്പെടുത്തണമെന്ന് അതിശക്തമായ ആവശ്യമുണ്ടായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ 2001-02 സെസ് സർചാർജ് ഇനത്തിലുള്ള വരുമാനം 3.5% മാത്രമായിരുന്നു. 2009-10 ആയപ്പോഴേക്കും സെസ് സർചാർജ് ഇനത്തിൽ ഉള്ള വരുമാനം 13% വർദ്ധിച്ചിട്ടുണ്ട്. ഇത്രയും ഗണ്യമായ ഭാഗം ഈ ഇനത്തിൽ സംഭരിക്കുമ്പോൾ അതിന്റെയും ഒരു ഷെയർ സംസ്ഥാനങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും 13ാം ധനകാര്യ കമ്മീഷനും ഈ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ നിലനിൽക്കുന്നത് 39% സംസ്ഥാനങ്ങൾക്കിടയിൽ നീക്കിവെച്ചിട്ടുള്ളത്. ഇനി ഓരോ സംസ്ഥാനത്തിനും എത്ര എന്ന് തീരുമാനിക്കുന്നിടത്ത് വ്യത്യസ്തമായ മാനദണ്ഡങ്ങൾ പുലർത്തിപ്പോന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ 1 മുതൽ 8, 9 ധനകാര്യ കമ്മീഷനുകൾ പ്രധാനമായും ഊന്നിയിരുന്നത് ജനസംഖ്യയും ടാക്സ് കളക്ഷനുമായിരുന്നു. ജനസംഖ്യയുടെ അനുപാതത്തിലും അതുപോലെ അതാത് സ്റ്റേറ്റുകളിൽ നിന്ന് എത്ര നികുതി കളക്ട് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അത് 80% പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ, 20% ടാക്സ് കളക്ഷന്റെ അടിസ്ഥാനത്തിൽ. അത് 2ാം ധനകാര്യ കമ്മീഷൻ 90% പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ, 10% ടാക്സ് കളക്ഷന്റെ അടിസ്ഥാനത്തിൽ. ഈ അനുപാതങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും പോപ്പുലേഷനും ടാക്സ് കളക്ഷനുമായിരുന്നു മാനദണ്ഡമായി ഉണ്ടായിരുന്നത്. എന്നാൽ 8ാം ധനകാര്യ കമ്മീഷൻ ഈ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുകയും ഇത് മോഡിഫൈ ചെയ്യുകയും പോപ്പുലേഷൻ, അതുപോലെ സംസ്ഥാനത്തിന്റെ പിന്നോക്കാവസ്ഥ, ഏറ്റവും ഉയർന്ന വരുമാനമുള്ള സ്റ്റേറ്റും ഈ സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒക്കെ ചില മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. ഇങ്ങനെ ഇപ്പോൾ നിലനിൽക്കുന്നത് പോപ്പുലേഷൻ, ഇൻകം ഡിസ്റ്റൻസ്, ഏരിയ, അതുപോലെ ഫിസിക്കൽ ഡിസിപ്ലിൻ, ഈ മാനദണ്ഡത്തിലാണ് ഇപ്പോൾ ഇത് നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത്. 13ാം ധനകാര്യ കമ്മീഷന്റെ മാനദണ്ഡമനുസരിച്ച് 25% പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലും 47.5% ഇൻകം ഡിസ്റ്റൻസിന്റെ അടിസ്ഥാനത്തിലും 10% ഏരിയയുടെ അടിസ്ഥാനത്തിലും 17.5% ഫിസിക്കൽ ഡിസിപ്ലിന്റെ അടിസ്ഥാനത്തിലുമാണ്. ഈ മാനദണ്ഡമനുസരിച്ച് വ്യത്യസ്ത സംസ്ഥാനങ്ങൾക്കിടയിൽ കേന്ദ്രത്തിന്റെ നികുതി ഷെയർ ചെയ്യപ്പെടുകയാണ്. ഇതോടൊപ്പം തന്നെ ഗ്രാന്റ് ഇൻ എയ്ഡ് എന്ന അർത്ഥത്തിൽ ഗ്രാന്റുകളും ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വിതരണം ചെയ്യുന്നുണ്ട്. അത് ഡെഫിസിറ്റ് കമ്മി നികത്താൻ വേണ്ടി, പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടി, വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി, റവന്യൂ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടി, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണ
ഭാഗം മെച്ചപ്പെടുത്താൻ വേണ്ടി നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടി വ്യത്യസ്ത രീതികളിൽ ഗ്രാന്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഗ്രാന്റുകളുടെ അനുപാതം ടാക്സിന്റെ ഷെയറുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ് എന്നും കാണാൻ സാധിക്കും. നമുക്ക് ബോധ്യമാകുന്ന ഒരു വസ്തുത കേരളവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഇവിടെ സൂചിപ്പിച്ച വസ്തുതയാണ്. 10ാം ധനകാര്യ കമ്മീഷന്റെ കാലഘട്ടത്തിൽ കേരളത്തിന് മൊത്തം സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് 100%. കേരളത്തിന് 10ാം ധനകാര്യ കമ്മീഷന്റെ കാലഘട്ടത്തിൽ ലഭിച്ചത് 3.9%. 11ാം ധനകാര്യ കമ്മീഷന്റെ കാലഘട്ടത്തിൽ 3.1% കുറഞ്ഞു. 12ാം ധനകാര്യ കമ്മീഷന്റെ കാലഘട്ടത്തിൽ അത് 2.7% കുറഞ്ഞു. വീണ്ടും ഇപ്പോൾ 13ാം ധനകാര്യ കമ്മീഷന്റെ കാലഘട്ടത്തിൽ അത് 2.3% വീണ്ടും കുറഞ്ഞു. നേരത്തെ ഷൈജൻ സാറിന്റെ ആ ഗ്രാഫിൽ നാം അത് കണ്ടിട്ടുള്ളതാണ്. സെൻട്രൽ ഷെയർ ഇങ്ങനെ കുറഞ്ഞു വരുന്നതായി കാണാൻ സാധിക്കും. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ 13ാം ധനകാര്യ കമ്മീഷന്റെ ഷെയറിംഗിൽ ഉത്തർപ്രദേശിന് 19.67% ലഭിക്കുന്നുണ്ട്. ബീഹാർ 10.9%, മധ്യപ്രദേശ് 7%, വെസ്റ്റ് ബംഗാൾ 7%, ആന്ധ്രാപ്രദേശ് 6.9%, രാജസ്ഥാൻ 5.8%, മഹാരാഷ്ട്ര 5%, ഒറീസ 4%, തമിഴ്നാട് 4.9%, കർണാടക 4.5%. ഈ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ കേരളം പല മേഖലയിലും മുന്നിലാണ്. ഈ മാനവിക മേഖലകളിൽ കൈവരിച്ചിട്ടുള്ള നേട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും കേരളത്തിന് ലഭിക്കുന്ന ഷെയർ വളരെ കുറവാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിംഗ് കമ്മീഷനാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനങ്ങളിലേക്ക് പണം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും ജനസംഖ്യയുടെയും ആളോഹരി വരുമാനത്തിന്റെയും ടാക്സ് എഫേർട്ടിന്റെയും ഫിസ്ക്കൽ മാനേജ്മെന്റിന്റെയും സാക്ഷരതയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇത്രയും കാലം നിലനിന്നിരുന്നത് 70% ലോണായും 30% ഗ്രാന്റായിട്ടുമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കടമായി 70% ലഭിക്കും, 30% ഗ്രാന്റായി ലഭിക്കും. പക്ഷേ അതേസമയം ഗ്രാന്റ് മാത്രം കിട്ടുകയില്ല. ഒരു സംസ്ഥാനം കടം വേണ്ട എന്ന് തീരുമാനിച്ചാൽ അവർക്ക് രണ്ടും കിട്ടുകയില്ല, രണ്ടും കൂടി എടുക്കേണ്ടതുണ്ട്. ഈ ഒരു സംവിധാനമായിരുന്നു നിലനിന്നിരുന്നത്. പക്ഷേ അടുത്ത കാലത്തായി ഇതിൽ മാറ്റം വരികയും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കടം കൊടുക്കുന്ന രീതി നിർത്തുകയും ഗ്രാന്റ് മാത്രം കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി. എന്ന് മാത്രമല്ല, സംസ്ഥാനങ്ങൾക്ക് കടം ആവശ്യമാണെങ്കിൽ നേരിട്ട് മാർക്കറ്റുകളിൽ നിന്ന് സംസ്ഥാനം നേരിട്ട് കടമെടുക്കണം. പക്ഷേ നേരിട്ട് കടമെടുക്കുമ്പോഴും അവിടെ സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദത്തോടും അനുമതിയോടും കൂടി അവർ പറയുന്ന സോഴ്സുകളിൽ നിന്ന് മാത്രമേ സംസ്ഥാനങ്ങൾക്ക് അവർ പറയുന്ന അനുവാദത്തിലെ കടമെടുക്കാൻ പറ്റുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു തരം കൺട്രോൾ വെച്ചുകൊണ്ട് സംസ്ഥാനങ്ങളോട് നേരിട്ട് കടമെടുക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും, മാർക്കറ്റിൽ വ്യത്യസ്തമായ പലിശ നിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. ചില മേഖലകളിൽ പലിശ നിരക്ക് കുറവാണ്, ചില മേഖലകളിൽ പലിശ നിരക്ക് 10% കൂടുതലാണ്, ചില മേഖലയിൽ 6-7%. ഇത്തരം സന്ദർഭങ്ങളിൽ കേന്ദ്രം താരതമ്യേന പലിശ നിരക്ക് കുറവായ സോഴ്സുകളിൽ നിന്ന് കേന്ദ്രം കടമെടുക്കുകയും കൂടുതൽ പലിശയുള്ള മേഖലകൾ LIC, PF, ദേശീയ സമ്പാദ്യ പദ്ധതി തുടങ്ങിയ മേഖലകളൊക്കെ സംസ്ഥാനങ്ങൾ കൊണ്ട് നിർബന്ധപൂർവ്വം അവരിൽ നിന്ന് കടമെടുക്കുകയും ചെയ്യുന്ന സംവിധാനം നിലനിൽക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥ. അതുപോലെ കേന്ദ്രങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ ഫണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് സെൻട്രൽ സ്പോൺസേഡ് സ്കീം. കേന്ദ്രം ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികളുണ്ട്. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സർവശിക്ഷ അഭിയാൻ, മഹാത്മാഗാന്ധി ദേശീയ തൊഴിൽ ഉറപ്പ് പദ്ധതി തുടങ്ങിയ പദ്ധതികളിലൂടെ കേന്ദ്രം സംസ്ഥാനങ്ങളിലേക്ക് ഫണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയും ഒരുതരം അസമത്വം, ശക്തമായ അസമത്വം നമുക്ക് കാണാൻ സാധിക്കും. പല വിദ്യാഭ്യാസം സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട പല മേഖലകളിലേക്കും കേന്ദ്രം ഇടിച്ചു കയറുന്നു എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത, നമ്മളിപ്പോൾ ഡീസെൻട്രലൈസേഷന്റെ കാലഘട്ടത്തിലാണ്, ലോക്കൽ ലെവൽ പ്ലാനിങ്ങിന്റെ കാലഘട്ടത്തിലാണ്. ഒരു ഭാഗത്ത് ലോക്കൽ ലെവൽ പ്ലാനിങ്ങിലേക്ക് നാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കേന്ദ്രം തന്നെ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ സംസ്ഥാനങ്ങൾക്കിടയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതി കാണാൻ സാധിക്കും. ഇത് ഭരണഘടനാ
യുമായി എത്രത്തോളം പൊരുത്തപ്പെട്ടു പോകുന്നതാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതിന് പകരം ചെയ്യേണ്ടിയിരുന്നത് ഈ തുക സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഗ്രാന്റായി കൊടുക്കുകയും അവരുടെ സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവർ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് കുറെ കൂടി ക്രിയാത്മകമായി നടപ്പിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കേന്ദ്രം നേരിട്ട് അവരുടെ സ്വച്ഛാപരമായ താല്പര്യത്തിലൂടെ വ്യത്യസ്ത മിനിസ്ട്രികളിലൂടെ സംസ്ഥാനങ്ങളിലേക്ക് ഫണ്ടുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇഷ്ടമനുസരിച്ച് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക് നികുതി ഷെയറായും അതുപോലെ ഗ്രാന്റുകളായും പണം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മൊത്തം ഒഴുക്കിൽ 59% ധനകാര്യ കമ്മീഷനുകളിലൂടെയും ഇപ്പോൾ 5% പ്ലാനിംഗ് കമ്മീഷനുകളിലൂടെയും 23% സെൻട്രലി സ്പോൺസേഡ് സ്കീമുകളിലൂടെയും 12% സ്വേച്ഛാപരമായി കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നതിലൂടെയുമാണ്. എന്ന് പറഞ്ഞാൽ സെൻട്രൽ സ്പോൺസേഡ് സ്കീം അതുപോലെ കേന്ദ്ര മന്ത്രിസഭകളിലൂടെ നൽകുന്നത് രണ്ടും കൂടി കൂട്ടിയാൽ 35% വരും. ഫിനാൻസ് കമ്മീഷന്റേത് 59% മാത്രമാണ് ഉള്ളത്. ഇനിയും ഇപ്പോൾ GSTയിലൂടെ നമ്മുടെ സെയിൽ ടാക്സ് കൂടി ഒരു ഏകീകൃത അവസ്ഥയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അതിന്റെ ഷെയറിംഗ് എത്രയാണ് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. അത് നടപ്പിലാക്കാൻ പോവുകയാണ്. ആ സന്ദർഭത്തിൽ ഈ മേഖലയിൽ വരുന്ന മാറ്റങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കേരളത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ കേരള സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയുടെ പ്രശ്നങ്ങളുമായി നാം സംവദിക്കുമ്പോൾ നമുക്ക് ശക്തമായും ആവശ്യപ്പെടാൻ സാധിക്കും. കേരളം ഒരുപാട് മേഖലയിൽ മാതൃകയാണ്, ഒരുപാട് മേഖലയിൽ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ സാമ്പത്തിക രംഗം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ കടക്കെണിയിലാണ്. അതുപോലെ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ, പ്രശ്നങ്ങളൊക്കെ നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പിരിക്കുന്ന നികുതിയുടെ നിർണായകമായ ഒരു പങ്ക്, ഗണ്യമായ ഒരു പങ്ക് കേരളത്തിന് ലഭിക്കേണ്ടതുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതിന് ആവശ്യമായ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ ധനകാര്യ കമ്മീഷനുകൾ പിന്തുടരേണ്ടതുണ്ട്. ഈ ഇന്റർ ഗവൺമെന്റ് ഫിനാൻസ് ട്രാൻസ്ഫറിന്റെ തത്വപ്രകാരം ഈ ഫോർമുലകൾ, ഇത് വിതരണം ചെയ്യുന്ന ഫോർമുലകൾ വളരെ സിമ്പിൾ ആയിരിക്കേണ്ടതുണ്ട്. അതുപോലെ ഒരു സ്റ്റേറ്റിനെയും നെഗറ്റീവായി ബാധിക്കാത്ത രീതിയിലും ആയിരിക്കേണ്ടതുണ്ട്. പക്ഷേ അതുപോലെ ഈ വിതരണത്തിലൂടെ നേരത്തെ പറഞ്ഞ വെർട്ടിക്കൽ ഇംബാലൻസ്, ഹൊറിസോണ്ടൽ ഇംബാലൻസ് കുറയുകയും അത് കുറെ കൂടി നീതിയുക്തമായ രീതിയിൽ വിതരണം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിതരണത്തിലൂടെ മാനദണ്ഡങ്ങൾ പല ഫിനാൻസ് കമ്മീഷനുകളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് പൂർണ്ണമായി നീതിയുക്തമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. വ്യത്യസ്തമായ വ്യത്യസ്തമായ ഏജൻസികളാണ് ഫിനാൻസ് കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ, സെൻട്രൽ സ്പോൺസേഡ് സ്കീം, മിനിസ്ട്രികൾ. ഇതിന് പകരം നമുക്ക് ആവശ്യപ്പെടാനുള്ളത് കേന്ദ്ര സംസ്ഥാന ധനകാര്യ വിതരണം നിയന്ത്രിക്കുന്ന, അത് തീരുമാനിക്കുന്ന ഒരു ബോഡി ഉണ്ടാവുക. ഒരു ബോഡി അത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ, അതിന് ഒരു പെർമനന്റ് സ്വഭാവം ഉണ്ടാവുകയാണെങ്കിൽ കുറെ കൂടി ക്രിയാത്മകമായി ഈ മേഖലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ട രീതിയിൽ ഈ ഫണ്ട് സംസ്ഥാനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്ന, വീതിക്കുന്ന ഫണ്ട് ഇപ്പോൾ 39%, അത് 50%, അതിൽ കൂടുതലായും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ വർദ്ധിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും കൂടുതൽ തുക കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. അതുപോലെ ഫോർമുലകളിൽ ധാരാളം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. നാം ഇപ്പോൾ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞുകൊണ്ട് 2015 നാം കൈവരിക്കേണ്ടുന്ന ഒരു വലിയ കമ്മിറ്റ്മെന്റ് നമുക്ക് ആഗോള സമൂഹത്തോടുണ്ട്. എല്ലാ രാഷ്ട്രങ്ങളും അതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ വളരെ പരിതാപകരമായ ഒരവസ്ഥയിലാണ്. ഇന്ത്യയുടെ തന്നെ HDI റാങ്ക് പിന്നോട്ട് പോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഹ്യൂമൻ ഇൻഡെക്സിലുള്ളത്. ഈ സോഷ്യൽ ഇൻഡെക്സ് യഥാർത്ഥത്തിൽ ഒരു മാനദണ്ഡമാക്കുകയും അതിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് കേന്ദ്ര ഫണ്ടിലൂടെ, ഈ ട്രാൻസ്ഫറിലൂടെ അവരെ പൊക്കിക്കൊണ്ടുവരാൻ സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എക്കണോമിക് വേരിയബിൾസ് കൂടി ഇതിൽ മാനദണ്ഡമാക്കുകയും കേരളം പോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കും ആ അർത്ഥത്തിൽ തന്നെ ഈ മാനദണ്ഡങ്ങളിലൂടെ കൂടുതൽ ഷെയർ ലഭിക്കേണ്ടതുണ്ട്. ഈ അർത്ഥത്തിൽ സോഷ്യൽ സെക്ടറിലും എക്കണോമിക് സെക്ടറിലും പരിഗണിക്കുന്ന രീതിയിലുള്ള ഫോർമുലകൾ നാം ഉണ്ടാക്കേണ്ടതുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ സെസ് സബ്സ
ഇത് ഡിവിസിബിൾ പൂളിലേക്ക് മാറ്റുക. സർവീസ് ടാക്സ് ഡിവിസിബിൾ പൂളിലേക്ക് മാറ്റുമ്പോൾ കുറെ കൂടി ഉയർന്ന അനുപാതം നമുക്ക് ലഭിക്കും. അതുപോലെ ഇപ്പോൾ ഇവിടെ ഷാജാൻ സാർ സൂചിപ്പിച്ച പോലെ നമ്മുടെ സംസ്ഥാനം സമ്പന്നമാണ്. നമ്മുടെ സംസ്ഥാനത്തിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമായ നികുതി വരുമാനം നമുക്ക് സമാഹരിക്കുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ദരിദ്രമായ സ്റ്റേറ്റുകളെ ഉത്തർപ്രദേശിന് 19% ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കതിൽ വേവലാതിയില്ല. കാരണം അവരുടെ ജീവിത നിലവാരം നമുക്കറിയാവുന്നതാണ്. അവർക്ക് കൂടുതൽ ഷെയർ ലഭിക്കുന്നതോടൊപ്പം നമുക്ക് നമ്മുടെ നികുതി വരുമാനങ്ങൾ പരമാവധി സമാഹരിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ തന്നെ ഓൺ സോഴ്സുകൾ നാം ശക്തിപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഇവിടെ എല്ലാ പ്രസന്റേഷനിലും സൂചിപ്പിച്ച ഒരു വസ്തുത, നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് പലിശ ഉള്ളതുകൊണ്ടാണ്. പ്രൈമറി ഡെഫിസിറ്റ്, നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്ന് പലിശ ഒഴിവാക്കിയാൽ നമുക്ക് പ്രൈമറി ഡെഫിസിറ്റ് കിട്ടും. പ്രൈമറി ഡെഫിസിറ്റ് ഒരർത്ഥത്തിൽ സമാന്തരമായി പോകുന്നതായി കാണാൻ സാധിക്കും. എപ്പോഴാണോ പലിശ കൂടുന്നത് അപ്പോഴാണ് ഫിസിക്കൽ ഡെഫിസിറ്റും വർദ്ധിക്കുന്നത്. ഇത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ധനകാര്യ പ്രതിസന്ധി പരിഹരിക്കാൻ പറ്റുന്ന ഒരു പുതിയ കാഴ്ചപ്പാടുകൾ നമുക്ക് നൽകുന്നുണ്ട്. പലിശ ഇല്ല എങ്കിൽ നമുക്ക് കമ്മിയില്ല എന്ന് നേരത്തെ ഷൈജൻ സാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എങ്കിൽ പലിശയില്ലാത്ത ഒരു ധനകാര്യ മാനേജ്മെന്റിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ധനകാര്യമന്ത്രി തോമസ് ഐസക്. നമ്മുടെ കേരളത്തിന്, ഇന്ത്യക്ക് തന്നെ ഒരു പുതിയ പാന്താവ് വെട്ടിത്തുറന്നിട്ടുണ്ട്. ധനം സമാഹരിക്കുന്നിടത്ത് ഫണ്ട് വിഭവ സമാഹരണത്തിന് പലിശരഹിതമായി ഫണ്ട് സ്വരൂപിക്കുകയും അത് നമ്മുടെ വികസനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ ക്രമേണ പെട്ടെന്ന് പലിശ കെണിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എങ്കിലും ഈ ഒരു സംസ്കാരം വളർത്തിയെടുക്കുമ്പോൾ ഇപ്പോൾ 1000 കോടി രൂപ ആ മേഖലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ക്രമേണ വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകൾക്ക് ഇൻവെസ്റ്റ്മെന്റിനുള്ള ഒരു അവസരം ലഭിക്കുന്നു. ഗവൺമെന്റുകളെ സംബന്ധിച്ചിടത്തോളം പലിശരഹിതമായി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാനും സാധിക്കും. അങ്ങനെ പലിശരഹിതമായ, കമ്മിരഹിതമായ ഒരു സംസ്ഥാനം കേരളത്തിന് ഒരു പുതിയ മോഡൽ ഇനിയും കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കും. കേരള വികസനത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നാം ചിന്തിക്കുമ്പോൾ നാം നിരാശരാകേണ്ട കാര്യമില്ല. നമ്മുടെ മുമ്പിൽ ധാരാളം വിഭവങ്ങളുണ്ട്. ഈ വിഭവങ്ങൾ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടും അത് കാര്യക്ഷമമായ രീതിയിൽ വളർത്തിയെടുക്കുകയും ഫണ്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിശക്തമായ ഒരു സംസ്ഥാനമായി നമുക്ക് വളരാൻ സാധിക്കും. ഒരിക്കൽ കൂടി തോമസ് ഐസക്കിനെ ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ, ബജറ്റ് ആരംഭിച്ചത് സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥയുടെ ദയനീയമായ അവസ്ഥ സൂചിപ്പിച്ചുകൊണ്ട് എന്റെ ആദ്യ ബജറ്റ് ആരംഭിക്കേണ്ടി വന്നതിൽ എനിക്ക് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ബജറ്റ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ടേമിലെ അവസാനത്തെ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം ആരംഭത്തിൽ സൂചിപ്പിച്ച ഒരു വസ്തുത, അടുത്ത 2-3 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ഫാസ്റ്റ് ഗ്രോയിങ് എക്കോണമിയായി കേരളം മാറും എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ്. സാമ്പത്തിക ശാസ്ത്രജ്ഞനായതുകൊണ്ട് എന്താണ് അതിന്റെ വേരിയബിൾസ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അതോടൊപ്പം അദ്ദേഹം അൽബറക്കയും പലിശരഹിതമായ സംവിധാനങ്ങളെ കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചതുകൊണ്ട് ഈ ഒരു സോഴ്സ് കൃത്യമാവുകയാണെങ്കിൽ കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ പലിശരഹിത സംവിധാനങ്ങൾക്ക് നിർണായകമായ പങ്കുവഹിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.